ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഞങ്ങളുടെ സിദ്ധുമോൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. ഡേ കെയറിൽ പോകുന്ന വീഡിയോ ആണ്, ഡെയിലി പോകുന്നതാണ്. എന്നാൽ ഇന്നാണ് ഞങ്ങളൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവന് ഭയങ്കര ഞെളിച്ചിലും പൊളിച്ചിലുമാണ്. പിന്നെ അമ്മയായിട്ട് കുറേ കളി, ചിരി, ബഹളം, ഉമ്മ വെപ്പ് ഒന്ന് ഓണായി വരാൻ കുറച്ച് സമയമെടുക്കും. എന്നാലേ നമുക്ക് ഡേ കെയറിൽ പോകാൻ പറ്റുള്ളൂ. ആ സമയത്തിനിടയ്ക്കാണ് ഇവനുള്ള ഫുഡെല്ലാം റെഡിയാക്കി വയ്ക്കുന്നത്. പിന്നെ കുറച്ച് നേരം കളി, ചിരി കഴിഞ്ഞിട്ട് ശേഷം ഞങ്ങൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുളിച്ച് സുന്ദരനായിട്ട് ഡ്രസ്സൊക്കെ മാറി ഇതാ ബാഗൊക്കെ തൂക്കി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ മുഖത്തൊരു ചിരിയുണ്ട്. അവൻ്റെ വിചാരം ഞങ്ങളിവിടെ ടൂർ പോകുന്നതാണ്, പക്ഷേ അവൻ ഡേ കെയറിലാണ് പോകുന്നതെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാവും. അപ്പോൾ ലവ് ബേഡ്സിനൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാ വണ്ടിയിലെടുത്ത് യാത്രയാകുകയാണ് ഡേ കെയറിലോട്ട്. ഞങ്ങൾ വീണ്ടും തൊട്ടടുത്ത് തന്നെ ഡേ കെയർ. അവന് ഇപ്പം മനസ്സിലായി കാണും ഡേ കെയറിലോട്ടാണ് പോകുന്നതെന്നുള്ളത്. അവന് സ്ഥിരം പോകുന്ന വഴിയായതുകൊണ്ട് തന്നെ അവന് മനസ്സിലാവും. ഡേ കെയറിലാക്കിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവൻ ആൾക്കാരോട്ട് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ 2 വയസ്സാകാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഡേ കെയറിലാക്കിയത്. എനിക്ക് അതിന് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു. ഇപ്പോൾ അവന് കുറച്ച് ചേഞ്ച് വരുന്നുണ്ട് അവൻ്റെ സ്വഭാവത്തിലൊക്കെ. അതുകൊണ്ടാണ് തീരെയും ഡേ കെയറിലാക്കിയത് തന്നെ. അവൻ ആരോടും മിങ്കിളാവാത്തൊരു ക്യാരക്ടറായിരുന്നു. ഇപ്പം ഡേ കെയറിൽ പോകാൻ തുടങ്ങിയിട്ട് 1 മാസമായി. ഇപ്പോൾ അവന് ഒരുപാട് ചേഞ്ച് ഉണ്ട്. അവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളായിട്ടുള്ള നല്ല കമ്പനിയായി. ആദ്യമൊക്കെ കരച്ചിലായിരുന്നു പോകാൻ വേണ്ടിയൊക്കെ. ഇപ്പം അധികം കരച്ചിലൊന്നുമില്ല. ചില ദിവസങ്ങൾ മൂഡ് മാറുമ്പോൾ മാത്രമാണ് കരച്ചിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഡേ കെയർ എത്തി. ചില ദിവസങ്ങളിൽ അവൻ കയറാൻ വേണ്ടി കരയും, ചില ദിവസങ്ങൾ ചിരിച്ചോണ്ട് ടാറ്റ കൊടുത്ത് പോകും. ഇന്നിപ്പോൾ എന്താണ് അവസ്ഥയെന്ന് അറിഞ്ഞുകൂടാ. ചെറുതായിട്ടൊന്ന് കരയുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇന്ന് പ്രശ്നമൊന്നുമില്ല, ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു കള്ളച്ചിരിയുണ്ട് മുഖത്ത്. ചെറിയൊരു കരച്ചിലും കരഞ്ഞിട്ട് അവൻ അകത്തോട്ട് പോയി. ഇനി നമുക്ക് 3:30 ആകുമ്പോൾ അവന് വിളിക്കാൻ വേണ്ടി പോകേണ്ടതുണ്ട്. ഗൈസ്, സമയം ഇപ്പോൾ 3:30 ഞങ്ങൾ ഡേ കെയറിലോട്ട് പോവുകയാണ് അവനെ വിളിക്കാൻ വേണ്ടി. മറ്റുള്ള പേരൻസ് ഒന്ന് ബെല്ലടിക്കുമ്പം അവൻ ഞങ്ങളാണെന്ന് കരുതിയിട്ട് ഓടി വന്ന് നോക്കാറുണ്ടെന്നാണ് ടീച്ചർ പറയാറ്. അപ്പോൾ ഞങ്ങൾ ഡേ കെയർ എത്തി. അവൻ ഞങ്ങളെ കാണുമ്പോൾ ഓടി വരുന്നൊരു സീനുണ്ട്. അത് വലിയ രസമാണ് കാണാൻ വേണ്ടി. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവനെ എടുത്തുകൊണ്ട് പോയി രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു നോട്ടവും ചിരിയും പെട്ടെന്ന് തുറന്നാണ് വരുന്നത്. അമ്മയെ കാണുമ്പോൾ ചാടി വീണ് സ്നേഹപ്രകടനമൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. അവൻ്റെ കള്ളച്ചിരിയും കള്ള നോട്ടവും അവനെ എവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുള്ള നോട്ടമൊക്കെയാണ്. ഇന്ന് നല്ല കുട്ടിയായിട്ടാണ് തിരിച്ചു വരുന്നത്. നല്ല ചിരിയും കളിയും ബഹളമായിട്ടാണ് വരുന്നത്. ടീച്ചറിന് ടാറ്റ കൊടുത്തു. ചില സമയത്ത് ടാറ്റ കൊടുക്കാനൊക്കെ വലിയ പാടാണ്. എന്ന് നല്ല ടാറ്റയൊക്കെ കൊടുത്ത് നല്ല സന്തോഷമായിട്ടാണ് വരുന്നത്. എന്നും ഇതുപോലെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പോയാനെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തും. ചെറിയൊരു വീഡിയോ ആയിരുന്നു. മോൻ്റെ ഡേ കെയറിലെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് മുന്നോട്ട് വരാം. ബൈ.